ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലേക്ക് ഇനി വരുവാൻ ദൈവം എന്നെ സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ നന്ദി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേപോലെ തന്നെ ദൈവം നമ്മളെ ഈ നോമ്പ് കാലത്ത് ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ചിന്താവിഷയം പ്രാർത്ഥന എന്ന് ഉള്ളതാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥന എത്രത്തോളം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമുക്ക് ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ആദ്യം അതിന് മുമ്പായി നമുക്ക് പ്രാരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയിൽ നമുക്ക് നിരതരാവാം. സർവശക്തനുമായ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിയിലും പകലിലുമായി ഞങ്ങളുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം കാവലും കരുതലും കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് രാവിലെ പകൽ സമയങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളിലും എല്ലാം ഞങ്ങളുടെ ഓഫീസ് വർക്കിലായാലും ഞങ്ങളുടെ സ്കൂളിലായാലും പരീക്ഷയാണെങ്കിലും എല്ലാത്തിനും അങ്ങയുടെ സാന്നിധ്യം കാവലും കരുതലും കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുർത്താവേ, അടിയനോടുകൂടെ ഇരിക്കുമാറാകണമേ. ഇന്ന് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് അടിയൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും കാവലും കരുതലും അടിയനോട് കൂടെ ഇരിക്കണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി ഇരിക്കുമാറാകട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യേശുവേ, ഈ അടിയനോട് ഇന്നത്തെ പ്രസംഗത്തിലൂടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രസംഗ വിഷയമാണല്ലോ യേശുർത്താവേ. അതെല്ലാം എത്രത്തോളം സാധ്യമാകും, എത്രത്തോളം അത് പ്രാബല്യത്തിൽ വരുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും എല്ലാം അങ്ങയുടെ തിരുകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുകയാണ്. അതിന് അങ്ങയുടെ സാന്നിധ്യം കാവലും കരുതലും അടിയനോട് കൂടിയും ഈ കേൾക്കുന്ന മക്കളോട് കൂടി ഇരിക്കുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവനാമ മഹത്വം ഉണ്ടാകട്ടെ. ഇനി ഞാൻ എടുത്തിരിക്കുന്ന വിഷയം പറഞ്ഞാൽ പ്രാർത്ഥന എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വിഷയം അത് നമുക്ക് ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. മത്തായി 6 അധ്യായം 8 വാക്യമാണ് ഞാൻ അതിന് ഉദ്ധരിച്ച് എടുത്തിരിക്കുന്ന. ബൈബിളിൽ ഒരുപാട് പ്രാർത്ഥനയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ടതായി ഞാൻ എടുത്തിരിക്കുന്നത് മത്തായി 6 അധ്യായം 8 വാക്യമാണ്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നു. ഇതിനെ ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട്. യേശു പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ അത് വിജാതീയരെ പോലെ വെറും വാക്കുകൾ പറയരുത് എന്നാണ് കർത്താവ് പറയുന്നത് നമ്മളോട്. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പിതാവായ ദൈവം അവയെല്ലാം അറിയുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് വെറുതെ നമ്മൾ യേശുവെ എനിക്കത് തരണമേ, യേശുവെ ഇത് തരണമേ എന്ന് നമ്മൾ വെറുതെ പറയുകയല്ല. അതിനെക്കാട്ടി നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് യേശു കർത്താവിന് നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് യേശു കർത്താവ് തക്ക സമയത്ത് നമുക്കെല്ലാം പിതാവായ ദൈവം അവയെല്ലാം നമുക്ക് തരുന്നതെന്ന് പറയുന്നു. ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനമായിട്ടുള്ള ചിന്തകൾ അതിൽ ഒന്ന് വന്നിട്ട് ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിവുണ്ട്. അപ്പം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ദൈവത്തിന് നല്ലതുപോലെ അറിയാമെന്നാണ് പറയുന്നത്. അതേപോലെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയും വിശ്വാസവും ഉണ്ടായിരിക്കണം. വെറുതെ നമ്മൾ വായു കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? വിശ്വാസവും വേണം. അതേപോലെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനുള്ള ഫലം ദൈവം തരികയും തന്നെ ചെയ്യും. അല്ലാതെ നമ്മൾ വെറുതെ കർത്താവേ എനിക്ക് അത് തരണമേ, അല്ലെങ്കിൽ കർത്താവേ എന്നെ പരീക്ഷയെ ജയിപ്പിക്കാൻ, അങ്ങനെയല്ല. നമ്മൾ വിശ്വാസത്തോടു കൂടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെങ്കിൽ അതിനുള്ള ഫലം നമുക്ക് കിട്ടും നിശ്ചയം. 3, പ്രാർത്ഥന വെറും വാക്കുകളുടെ ആവർത്തനം ആകരുത്. അതായത് വെറുതെ പ്രാർത്ഥിച്ച് തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മോട് പറയുന്നത്. പിന്നെ ഈ പ്രാർത്ഥന എന്നത് മനുഷ്യനും
ആരൊക്കെ? മനുഷ്യനും ദൈവവുമായുള്ള ആശയവിനിമയത്തിൻ്റെ ഒരു മാർഗമാണ് ഈ പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് മനുഷ്യനും ദൈവവുമായുള്ള ആശയവിനിമയം. നമ്മളിപ്പോൾ മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദൈവമായ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് ദൈവവുമായി ഒരു അടുപ്പമുണ്ടാക്കുവാനും നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും നന്ദി പ്രകടിപ്പിക്കുവാനും സഹായിക്കുന്നു. അതായത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, പിന്നെ ദൈവത്തോട് നമ്മളെ ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ച് പറയുകയാണ്. അത് ആവശ്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുകയും പിന്നെയോ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുവാനും ഇത് സഹായിക്കുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ദൈവം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹായം ചെയ്ത ദൈവമേ നന്ദി എന്നാണ് നമ്മൾ പറയുക. പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ അടുത്തത് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ളതാണ്. അടുത്തത് പ്രാർത്ഥനയുടെ പ്രാധാന്യം. അത് ഒരു 5 പ്രാധാന്യം പ്രാർത്ഥനയെക്കുറിച്ചിട്ട് ഒരു 5 പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു 5 പ്രാധാന്യത്തെക്കുറിച്ച് 5 വാക്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. 1 ദൈവവുമായുള്ള ബന്ധം, 2 സമാധാനം, 3 ശക്തി, 4 നന്ദി, 5 മാനസിക ആരോഗ്യം. ഈ 5 കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. അതിൽ 1 ദൈവവുമായുള്ള ബന്ധം. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നു. 2 സമാധാനം. പ്രാർത്ഥന മനസ്സമാധാനം, ആശ്വാസം നൽകുന്നു. 3 ശക്തി. പ്രാർത്ഥന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ശക്തി നൽകുന്നു. നമ്മളിപ്പോൾ ഉള്ള ജീവിതത്തിൽ കുറേ പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ശക്തി നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. 4 നന്ദി. ദൈവത്തിന് നന്ദി പറയുവാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന. 5 മാനസിക ആരോഗ്യം. പ്രാർത്ഥന മാനസിക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മൾ മാനസികമായി തകർന്നിരിക്കുക, അല്ലെങ്കിൽ ഓഫീസിലെ പ്രഷർ കൊണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലെ പ്രഷർ, സ്കൂളിലെ പ്രഷർ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള ആ ഒരു സുഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്തത് ഇനിയുള്ളത് പ്രാർത്ഥനയുടെ വിവിധ രൂപങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു 5 ഉണ്ട്. വിവിധ രൂപങ്ങളായിട്ടുള്ള ഒരു 5 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് നന്ദി പ്രാർത്ഥന, 2 അപേക്ഷ പ്രാർത്ഥന, 3 സ്തുതി പ്രാർത്ഥന, 4 മധ്യസ്ഥ പ്രാർത്ഥന, 5 ധ്യാന പ്രാർത്ഥന. അതിൽ ഒന്നാമത്തെ നന്ദി പ്രാർത്ഥന. അതായത് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് നന്ദി പറയുന്ന ഒരു പ്രാർത്ഥനയാണ് നന്ദി പ്രാർത്ഥന. ദൈവത്തോട് നന്ദി പറയണം. ദൈവമേ നീ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. പിന്നെ രണ്ടാമത്തത് അപേക്ഷ പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് അപേക്ഷ പ്രാർത്ഥന. സ്തുതി പ്രാർത്ഥന. ദൈവത്തെ സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതാണ് സ്തുതി പ്രാർത്ഥന. 4 മധ്യസ്ഥ പ്രാർത്ഥന. നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ധ്യാന പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായി മനസ്സിൽ ഏകീകരിച്ച് ധ്യാനിക്കുന്ന പ്രാർത്ഥനയാണ് ധ്യാന പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി അടുത്തതായി പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്തകൾ. അതൊരു 6 അതിനകത്ത് പറയുന്നത്. അതിൽ ഒന്ന് പ്രാർത്ഥന നമ്മളെപ്പോഴും ഒരു ശീലമാക്കണം. നമ്മൾ എപ്പോഴെങ്കിലും അല്ല പ്രാർത്ഥിക്കേണ്ടത്, ദിവസം നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുക വേണം. ദൈവത്തോട് നമ്മളുടെ കാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുകയും അതിനു വേണ്ടി ദൈവം നമ്മളെ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശീലമാക്കണമെന്നാണ് പറയുന്നത്.
2, പ്രാർത്ഥനയിൽ ആത്മാർത്ഥത പുലർത്തുക. ആത്മാർത്ഥത പുലർത്തുക എന്ന് പറയുന്നത് വെറുതെ നമ്മൾ ദൈവമേ നീ എനിക്ക് അത് ചെയ്തു തരണമേ, അല്ലെങ്കിൽ ഇന്ന ആളെ എനിക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളത് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം നമ്മൾക്ക് ലഭിക്കും. അഥവാ നമ്മൾ ആത്മാർത്ഥത ഇല്ലാതെയാണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫലം വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. 3, പ്രാർത്ഥനയിൽ ക്ഷമയോടെ കാത്തിരിക്കുക. പ്രാർത്ഥിക്കും, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു വാഹനം വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം എന്നെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ എന്താണ്, പ്രാർത്ഥിച്ച് അതൊന്നും ലഭിക്കാതാകുമ്പോൾ നമ്മൾ നിരാശരാകാറുണ്ട്. നമുക്ക് ക്ഷമ ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, അയ്യോ ഞാൻ ഇത്രയൊക്കെ ഒരു വാഹനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും സാധിച്ചില്ല, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടന്നില്ല എന്ന് നമ്മൾ നിരാശപ്പെടാറുണ്ട്. നമുക്ക് ക്ഷമയില്ല. പക്ഷേ ദൈവം പറയുന്ന, നമ്മൾ വേദപുസ്തകത്തിൽ ദൈവം പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയെ നമ്മൾ എന്തായിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കുവാനാണ് പറയുന്നത്. പിന്നെ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ രോഗാവസ്ഥയിലായിരിക്കുകയാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിലും നമ്മൾ അത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുവാനാണ് കർത്താവ് നമ്മോട് പറയുന്നത്. പിന്നെ നമ്മൾ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്കൂളിൽ ജോലി ചെയ്യുന്ന സമയത്തെല്ലാം എനിക്ക് ഫ്രീ പീരീഡെല്ലാം കിട്ടുമ്പോൾ ഞാൻ ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് ഞാൻ ദൈവത്തോടപ്പം ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ ടെൻഷൻ ഒരുപാട് വരുന്ന സമയത്ത് എന്നെ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള സമയത്ത് ഞാൻ എൻ്റെ അമ്മേനോട് ഞാൻ പറയും, അമ്മയെ എന്നെ ഒന്ന് പിടിച്ച് നിർത്തണേ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണേ, നമുക്ക് എൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ മമ്മിയോട് അപേക്ഷിക്കാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ എനിക്കൊരു സമാധാന ശാന്തതയെ ഞാൻ അനുഭവിക്കാറുണ്ട്. അതേപോലെ പ്രാർത്ഥനയിൽ ദൈവവചനത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ധ്യാനിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പോയിരിക്കുന്ന സമയത്ത് എനിക്ക് ലെഷർ ടൈമുള്ള സമയത്തെല്ലാം ഞാൻ എന്ത് ചെയ്യും, ബൈബിൾ വായിക്കുമായിരുന്നു. സ്കൂളിൽ ജോലി ഉള്ള സമയത്തായാലും സ്കൂളിൽ ജോലി ഇല്ലെങ്കിലും വേറെ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബൈബിൾ ഞാൻ കരുതി വയ്ക്കും. എപ്പോഴും ദൈവവചനം വായിച്ചു കൊണ്ടേ ഇരിക്കും. ചില സമയത്ത് പള്ളിയിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ പോലും ഞാൻ ബൈബിൾ വീട്ടിൽ വായിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. 6, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മളെ സഹായിക്കുന്നു. അത് കറക്റ്റാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് പല പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയപ്പോഴും പ്രാർത്ഥനയിലൂടെ എനിക്കത് അതിജീവിക്കാൻ സാധിച്ചു. ഒന്ന്, എൻ്റെ ഹസ്ബൻഡ് വെന്റിലേറ്ററിലായിരിക്കുന്ന സമയത്ത് പോലും ഞാൻ പ്രാർത്ഥനയിൽ ഞാൻ പ്രാർത്ഥിച്ച് അവിടെ ICUവിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഡാഡിക്ക് സുഖമില്ലാത്ത സമയത്ത് ഞാൻ ഒരു ഭാഗത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും എല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളും, പിന്നെ എനിക്കൊരു ഓപ്പറേഷനും റേഡിയേഷനും എല്ലാം ഉള്ള സമയത്തെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആർക്കും എന്നെ കാത്തുകൊള്ളണമേ, എന്നെ ശക്തീകരിക്കണമേ. ആ കാരണം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പ്രാർത്ഥനയിലൂടെ തന്നെയാണ് എല്ലാം സന്തോഷവും സമാധാനവും എല്ലാം കണ്ടെത്തുവാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ പ്രാർത്ഥനയിൽ എപ്പോഴും ജാഗരിക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങൾ വായിച്ച് നമ്മൾ ദിവസം തോറും നമ്മൾ ദൈവത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതേപോലെ നമ്മൾ ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പൂർണ്ണമായ സമാധാനം, സന്തോഷം എല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ധ്യാനവാക്ക് ഞാൻ
പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അത് ഈ ഇങ്ങനെ ഒരു പ്രസംഗം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു. എന്തെങ്കിലും ഇത് പ്രാരംഭമായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എങ്കിലും എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പ്രസംഗത്തിലും അങ്ങനെ ചിന്താവിഷയത്തിലും എല്ലാം പ്രാർത്ഥനയെക്കുറിച്ചാകുന്നുവല്ലോ. അങ്ങയുടെ സാന്നിധ്യം കാവലും കരുതലും കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ പ്രാർത്ഥിക്കണം, എങ്ങനെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം, നമ്മൾ ക്ഷമയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം എന്നുള്ളതിനെല്ലാം കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ വചനങ്ങളും എല്ലാം വായിച്ച് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെല്ലാം സംഭവിക്കാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇത്രത്തോളം വഴി നടത്തി കാത്ത് പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവേ, ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങേ ദൈവവചനം പ്രസംഗിക്കുവാനും അങ്ങയെക്കുറിച്ച് കൂടുതലായി അറിയുവാനും മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. അടിയനെയും അടിയൻ്റെ ഭവനത്തെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന, ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ തിരുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന അവരെ എല്ലാവരും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഇനി അടുത്ത വചനമായി, അടുത്ത ചിന്താവിഷയമായി നമുക്ക് കാണാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു കാക്കുമാറാകട്ടെ. ആമേൻ.